ഹലോ നമസ്കാരം. നമുക്കിന്നൊരു ബീഫ് വെച്ചാലോ? ബീഫ് കറിയാണ്, അമ്മയുടെ സ്പെഷ്യൽ ഒരു കറി എന്ന് വെച്ച് തരാൻ പോവാണ്. അതിനായിട്ട് അമ്മ എനിക്കൊരു പണിയും തന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഉള്ളി അരിയുന്നുണ്ടില്ലേ, ഉള്ളി പൊളിച്ചെടുക്കാനുള്ള പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം സവാളയും ചെറിയ ഉള്ളിയും പൊളിക്കാനായിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ടൊക്കെ ഒന്ന് പൊളിക്കുകയാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഉള്ളി പൊളിച്ച് വന്ന സമയത്ത് തന്നെ എൻ്റെ കണ്ണങ്ങ് നെരിഞ്ഞായിരുന്നു. എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കെന്ത് പറ്റിയെന്നോ നല്ല രീതിയിലങ്ങായി. പിന്നെ ഈ പരിപാടി അങ്ങ് നിർത്തി. ചെറുതായിട്ട് ആരംഭിച്ചിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഇത് ഫുള്ളങ്ങ് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് വന്നിരുന്ന് ചെയ്തത്. പക്ഷേ അവസാനം ഒന്നും നടന്നില്ല. പിന്നെ അമ്മ തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നു. അമ്മ വേണ്ട, തുടക്കത്തിൽ അമ്മ എല്ലാ പാത്രമൊക്കെ നിരത്തി റെഡിയാക്കി എന്നെ ഏൽപ്പിക്കാമെന്ന് വെച്ചതാണ്. ഒരു പണിയും നടന്നില്ല. ഇങ്ങനെ അമ്മ പറഞ്ഞു പിച്ചാത്തിയുടെ തുമ്പ് വശത്ത് ഒരു ഉള്ളി എടുത്ത് കുത്തിയ എരിയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും കണ്ണ് നല്ല നീറ്റിലായിപ്പോയി. അങ്ങനെ ഒരു ഉള്ളിയും കൂടെ എടുത്തു അരിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ കണ്ണിൽ നല്ല നീറ്റിലടിച്ചു. പരിപാടി മതിയാക്കി ഗൈസ്. അങ്ങനെ നമ്മൾ പരിപാടി അമ്മ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. സിമ്പിളായിട്ട് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഉള്ളി പൊളിക്കുന്നത് വലിയൊരു പണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മ എല്ലാം പൊളിച്ചൊക്കെ വെച്ച് ആ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അടുത്ത് നമ്മൾ നേരത്തെ തൊലി കഷ്ടപ്പെട്ട് കളഞ്ഞ് വെച്ചത് നമ്മളിപ്പോൾ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ എടുത്ത് അരിഞ്ഞെടുക്കുകയാണ്. അരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല, കട്ടിപ്പോടില്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് എന്നിട്ട് കണ്ണിന് അമ്മയെ ചെറുതായിട്ടൊന്ന് കണ്ണിന് വന്നായിരുന്നു. ഉള്ളിയുടെ നല്ല ഇതായിരുന്നു, നീറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഇഞ്ചിയാണ്, ഒരു കട്ട ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനരിഞ്ഞ് നേരത്തെ നമ്മൾ കണ്ട വെളുത്തുള്ളിയും രണ്ടും കൂടെ നമ്മൾ ജാറിലിട്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് ഇത് ചെറുതായിട്ട് അരച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തായി. അരച്ചെടുത്തിട്ടുണ്ട്, സെറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനമ്മ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. എന്തൊക്കെയാണ് പരിപാടി നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് പച്ചമുളക് എന്ന് പറഞ്ഞാൽ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി സാധനങ്ങളെല്ലാം കൂടി അരിഞ്ഞതെല്ലാം കൂടി ഇതിലോട്ട് വയ്ക്കുകയാണ് അമ്മ. വലിയ സവാള നമ്മൾ അരിയും ചെറിയ ഉള്ളി ചെറുതായിട്ട് പൊളന്നാണ് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞത്. മൺചട്ടിയിലാണ് നമ്മൾ വച്ചത്. അങ്ങനെ ഇതെല്ലാം കൂടെ വാരിയിട്ടു. അതിനുശേഷം എന്തൊക്കെ പൊടി ചേർക്കണമെന്ന് പറഞ്ഞു. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടിച്ചെടുത്തതാണ്, നല്ല കുരുമുളകായിരുന്നു. അത് കഴിഞ്ഞാൽ ബാക്കിയൊന്ന് പച്ചമുളക്, 4 പച്ചമുളക് 2 പച്ചമുളക് കൊണ്ട് കീറി ചെറുതായിട്ട് ഇട്ടതാണ്. അതും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടി നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആദ്യം ഒന്ന്. അതിൻ്റെ കൂടി കുറച്ച് ഉപ്പും ചേർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് റെഡിയാക്കി നമ്മൾ അടുപ്പിൽ വയ്ക്കാനുള്ള തീരുമാനമാണ്. അങ്ങനെ അടുപ്പൊക്കെ റെഡിയാക്കി വയ്ക്കാനുള്ളത് അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് അമ്മ അത് കൊണ്ട് വച്ചു. അടുപ്പ് നല്ല തീയുള്ള അടുപ്പാണ്. ചിരട്ടയാണോ ചെയ്യുന്നത്, നല്ല ചൂടുണ്ടായിരുന്നു. വച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കാനാണ് നോക്കിയത്. എടുത്തു, നല്ല ചൂടായി. അതിനുശേഷം വേറെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തിട്ട് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കടുകിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ കറിവേപ്പില, വറ്റൽമുളക് 2 ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച ആ ബീഫ് ഉള്ളിയെല്ലാം കൂടി ഇട്ട് വേവിച്ച അതിൽ നിന്ന് വെള്ളം എടുക്കത്തില്ല അമ്മ. അത് ലാസ്റ്റ് മതിയെന്ന് പറഞ്ഞു. ആദ്യം ബീഫ് തന്നെ ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൂപ്പിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്തത്, അത് മൂപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അതിൽ വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത്
ഇതിലിപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർത്തത്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്. 1.5യും 2ഉമാണ് ചേർത്തത്. അതിനുശേഷം മീറ്റ് മസാല ഇത് നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്, കുറച്ച് ചേർത്തിട്ടുള്ള മസാല ചേർത്തു. അതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തു. വഴറ്റി ഒരു ഇത് വരുന്നുണ്ടല്ലേ, അതിന് ശേഷമാണ് ഈ വെള്ളം നമ്മൾ ബാക്കി വന്ന് കുറച്ച് ഒഴിച്ചത്. അത് മിക്സ് ചെയ്ത് അതിനകത്ത് ഒഴിച്ച് അടിപൊളിയായിട്ട് ഒഴിച്ച് ഇനി ഇതിനകത്തൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് ഇപ്പോൾ ആ വെള്ളം അതുമായിട്ട് ലയിച്ച് വറ്റി വരുന്നുണ്ട്. അതിനുശേഷം ഉപ്പൊക്കെ ചേർത്ത് കറക്കി എടുത്തിട്ടുണ്ട്. വറ്റി വരികയാണ്. അങ്ങനെ കറക്കി എടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയാണ് അമ്മ. നല്ല ചൂടായിരുന്നു. ആ മഴ മാറിയിട്ട് കുറച്ച് വെയിൽ വന്ന സമയത്ത് നമ്മൾ ചെയ്തത്. ഉപ്പൊക്കെ ഇട്ട് നോക്കി സെറ്റായിട്ടുണ്ടെന്ന് പറയും അമ്മ. കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനത് കഴിക്കത്തില്ല, എനിക്കിതിൻ്റെ ഗ്രേവി പോലും പറ്റത്തില്ല. അച്ഛൻ വരുമ്പോൾ ഇനി അറിയാം അതെങ്ങനെ കൊണ്ടെന്ന്. അങ്ങനെ അടച്ചു വെച്ച് കുറച്ചുകൂടെ വറ്റിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കറിച്ചട്ടിയിലിട്ട് മാറ്റി അത് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അച്ഛൻ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് വന്നത് കഴിച്ചു നോക്കുകയാണ്. അങ്ങനെ അച്ഛൻ കിഴങ്ങിലൊന്ന് മുക്കിയിട്ട് ബീഫ് എടുത്ത് കഴിച്ചു. എന്നിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെയാണ്, സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഓക്കെയാണ്, നല്ലതാണ്, എരിവ് കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, കഴിക്കാൻ പറ്റുന്നവർ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.